അങ്ങനെ 2025 കുള്ളു ദശഹരയ്ക്ക് തുടക്കം കുറിച്ചു. ഹിമാചൽ പ്രദേശിലെ കുള്ളു താഴ്വരയിൽ നടക്കുന്ന പ്രസിദ്ധമായ ഒരു ആഘോഷമാണ് കുള്ളു ദശഹര. രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ദശഹര അവസാനിക്കുന്ന വിജയദശമി ദിനത്തിലാണ് ഇവിടെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ ആരംഭിക്കുന്ന എന്ന പ്രത്യേകത ഇതിനുണ്ട്. കുള്ളു ദശഹരയുടെ ഐതിഹ്യം പരിശോധിക്കുകയാണെങ്കിൽ 17-ാം നൂറ്റാണ്ടിൽ കുളുവിലെ ഭരണാധികാരിയായിരുന്ന രാജ ജഗത് സിംഗുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഐതിഹ്യമനുസരിച്ച് ദുർഗാദത്തൻ എന്ന പാവപ്പെട്ട ഒരു ബ്രാഹ്മണന്റെ പക്കൽ വിലയേറിയ മുത്തുകൾ ഉണ്ടെന്ന് രാജ ജഗത് സിംഗ് വിശ്വസിച്ചിരുന്നു. എന്നാൽ ബ്രാഹ്മണന്റെ പക്കലുണ്ടായിരുന്നത് അറിവിൻ്റെ മുത്തുകളായിരുന്നു. രാജാവ് മുത്തുകൾ ആവശ്യപ്പെട്ട് പീഡിപ്പിച്ചപ്പോൾ ദുർഗാദത്തൻ കുടുംബത്തോടൊപ്പം തീയിലിറങ്ങി ആത്മഹത്യ ചെയ്യുകയും രാജാവിനെ ശപിക്കുകയും ചെയ്തു. ഈ ശാപം കാരണം രാജാവിന് ചോറ് കണ്ടാൽ പുഴുക്കളെ പോലെയും വെള്ളം കണ്ടാൽ രക്തം പോലെയുമാണ് തോന്നിയിരുന്നത്. ശാപത്തിൽ നിന്ന് മുക്തി നേടാൻ രാജാവ് പല വഴികളും തേടുന്നു. അവസാനം ഒരു സന്യാസി അദ്ദേഹത്തോട് അയോധ്യയിൽ നിന്ന് ശ്രീരാമ വിഗ്രഹം മോഷ്ടിച്ചു കൊണ്ടുവന്ന് ആരാധിച്ചാൽ ശാപം മാറുമെന്ന് ഉപദേശിക്കുന്നു. രാജാവ് അയച്ച ആ ബ്രാഹ്മണൻ അയോധ്യയിൽ നിന്ന് രഘുനാഥൻ എന്നറിയപ്പെടുന്ന ശ്രീരാമ വിഗ്രഹം കുളുവിലേക്ക് മോഷ്ടിച്ചു കൊണ്ടുവരുന്നു. ഇതറിഞ്ഞ അയോധ്യയിലെ ആളുകൾ ബ്രാഹ്മണനെ കൈയോടെ പിടിക്കുകയും വിഗ്രഹം അയോധ്യയിലേക്ക് കൊണ്ടുപോകാനായി ശ്രമിക്കുകയും ചെയ്യുന്നു. വിഗ്രഹം അയോധ്യയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ആളുകൾ ശ്രമിച്ചെങ്കിലും വിഗ്രഹത്തിന് ഭാരം കൂടുകയും കുളുവിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഭാരം കുറയുകയും ചെയ്തതായി അവർക്ക് അനുഭവപ്പെടുന്നു. തുടർന്ന് രഘുനാഥന്റെ വിഗ്രഹം കുളുവിലേക്ക് കൊണ്ടുവരാൻ അയോധ്യയിലെ ജനങ്ങളും അവരെ അനുഗമിക്കുന്നു. കുളുവിലെത്തിയ ശേഷം രാജ ജഗത് സിംഗ് രഘുനാഥന്റെ വിഗ്രഹം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുകയും തൻ്റെ രാജകീയ സിംഹാസനം ഭഗവാൻ രഘുനാഥന് സമർപ്പിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം സ്വയം ഭഗവാന്റെ പ്രതിനിധിയായി മാറുന്നു. രഘുനാഥന്റെ തീർത്ഥജലം കുടിച്ചതോടെ രാജാവിന് ശാപത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നു. ഈ സംഭവത്തോടെ ഭഗവാൻ രഘുനാഥനെ കുളു താഴ്വരയുടെ പ്രധാന ദേവനായി പ്രഖ്യാപിക്കുന്നു. ഇതിന് പ്രായശ്ചിത്തമായിട്ടാണ് രാജ ജഗത് സിംഗ് 1660 വിജയദശമി ദിവസം രഘുനാഥന് സമർപ്പിച്ചുകൊണ്ട് ദസറ ആഘോഷം ആരംഭിച്ചത്. അന്നു മുതൽ കുള്ളു താഴ്വരയിലെ 200-ലധികം വരുന്ന ഗ്രാമദൈവങ്ങളെല്ലാം രഥയാത്രയിൽ പങ്കെടുക്കാനും രഘുനാഥനെ വണങ്ങാനും ദാൽപൂർ മൈതാനത്ത് ഒത്തുചേരുന്നു. അതുകൊണ്ട് കുള്ളു ദശഹര രാവണവധം ആഘോഷിക്കുന്നതിലുപരി ഭഗവാൻ രഘുനാഥൻ്റെ വരവും രാജാവിൻ്റെ പാപമോചനവും താഴ്വരയിലെ എല്ലാ ദേവതകളുടെയും ഐക്യവും ആഘോഷിക്കുന്ന ഒരു പ്രത്യേക ഉത്സവമായി മാറുന്നു. ഇത് ഇപ്പോൾ അന്താരാഷ്ട്ര ഉത്സവമായും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. കുള്ളു ദശഹരയുടെ രഥഘോഷയാത്രകളും അതിൻ്റെ സംഭവ വികാസങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ മണാലി അപ്ഡേറ്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക.